7 മാസത്തെ വാടക നൽകിയില്ല. ജില്ലയിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച ജനകീയ ഹോട്ടലുകളിലൊന്ന് അടച്ചുപൂട്ടി. പൊന്നാനി പുളിക്കക്കടവിലെ ജനകീയ ഹോട്ടലാണ് പ്രവർത്തനം നിലച്ചത്. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള വാടകയായ 91,800 രൂപയാണ് നഗരസഭ കെട്ടിടമുടമയ്ക്ക് നൽകാനുള്ളത്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ കുടുംബശ്രീക്ക് കീഴിൽ പുളിക്കടവ് പ്രവർത്തനം ആരംഭിച്ച ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടി. കെട്ടിട ഉടമയ്ക്ക് 7 മാസത്തെ വാടക നൽകാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ നഗരസഭ അടച്ചുപൂട്ടിയത്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം എന്ന സ്വപ്നത്തിനാണ് നഗരസഭയുടെ അലംഭാവം മൂലം ഷട്ടറിടേണ്ടി വന്നത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനായി ശ്രമം നടക്കുന്നതിനിടയിലാണ് കെട്ടിടത്തിന്റെ വാടകയും കുടിവെള്ളക്കരവും നൽകാതെ 1.5 മാസത്തോളമായി ജനകീയ ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പും കൃത്യമായ വാടക നൽകാത്തതിനാൽ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള 7 മാസത്തെ വാടകയായ 91,800 രൂപയാണ് നഗരസഭ കെട്ടിടയുടമയ്ക്ക് നൽകാനുള്ളത്. വാടക ചോദിച്ച് നഗരസഭ ഓഫീസിലെത്തിയ കെട്ടിടയുടമയെ നഗരസഭയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു. 2023 ജൂണിൽ കരാർ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ കെട്ടിടം ഒഴിഞ്ഞു നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സാവകാശം ചോദിക്കുകയും വാടക നൽകാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കെട്ടിട ഉടമ പറയുന്നത്. നഗരസഭയുടെ അലംഭാവത്തിന്റെയും അഹങ്കാരത്തിന്റെയും അവസാനത്തെ ഉദാഹരണമാണ് ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടിയതിലൂടെ വ്യക്തമായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ PM പറഞ്ഞു. 1 മാസത്തോളമായി ജനകീയ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ്. നഗരസഭ പറയുന്ന ഒരു വാദം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിച്ചാൽ തന്നെ നിലവിൽ 1 ലക്ഷത്തോളം രൂപ, അതായത് 91,000 രൂപയിലധികം അവിടുത്തെ കെട്ടിട ഉടമയ്ക്ക് വാടക കൊടുക്കാൻ ഈ നഗരസഭയിൽ നിന്നും വാടക കൊടുക്കാനുണ്ട്. മാത്രമല്ല നഗരസഭ തന്നെ വാട്ടർ അതോറിറ്റിക്ക് ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പണമടക്കാനുണ്ട്, കരമടക്കാനുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കെയാണ് ആ ഹോട്ടൽ അവിടെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.